ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത എല്ലാവരും ജി എസ് ടിയിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നൊരു ഓപ്ഷനുണ്ട്. എന്നാൽ വാറ്റിൽ നിന്നും ജി എസ് ടിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരും ജി എസ് ടി വന്ന സമയത്ത് ആധാർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഒത്തിരി പേര് ജി എസ് ടി പോർട്ടലിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയെന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ജി എസ് ടി പോർട്ടലിൽ പോവുക. ജി എസ് ടി പോർട്ടലിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. നോക്കാം. യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ഓപ്ഷൻ ഓപ്പണായി. ഇപ്പോൾ നമ്മൾ ജി എസ് ടിയിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻ വന്നു. ഇപ്പോൾ ഇവിടെ പോയി യെസ് നാവിഗേറ്റ് ടു മൈ പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് വേറെ ബോക്സ് വന്നു, സൈറ്റ് വന്നു. ഇതിൽ നമ്മൾ സെൻഡ് ആധാർ ആതൻറ്റിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവം വരും. ഇത് പോയിട്ട് ആധാർ ആതൻറ്റിക്കേഷൻ കണ്ട കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ സെൻഡ് വെരിഫിക്കേഷൻ ലിങ്ക്, ഒരു ലിങ്ക് അയച്ചു കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് നമ്മുടെ മൊബൈലും പോവും, മെയിൽ ഐ ഡി പോവും. നമുക്ക് മെയിലിൽ പോയി നോക്കാം. അങ്ങനെയാണ് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം. മെയിലിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹൈപ്പർ ലിങ്ക് ഫോർ ആതൻറ്റിക്കേഷൻ ആധാർ ഓഫ് ദി ആപ്ലിക്കൻ്റ്. ഇത് പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഏറ്റവും മൂന്നാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ പേരും ജി സി നമ്പറൊക്കെ വരും. താഴെ പോയിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആധാർ നമ്പർ ഇവിടെ ക്ലിക്ക് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വാലിഡേറ്റ് ആധാർ നമ്പർ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP മൊബൈലിൽ പോകും. ഞങ്ങളുടെ മൊബൈലിൽ പോകുമ്പോൾ ആ മൊബൈലിലുള്ള OTP ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ സക്സസ്ഫുൾ എന്ന് മെസ്സേജ് വരും. അല്ലെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ് വരും. എററാണെങ്കിൽ അതെന്താണെന്ന് നോക്കണം. ഒന്നെങ്കിൽ നമ്മുടെ പാനും ആധാറും തമ്മിലുള്ള പേരിൽ വ്യത്യാസം കാണും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച് വ്യത്യാസമായിരിക്കും. 15/5/2019 ആധാറിലായിരിക്കും, ചിലപ്പോൾ 16/9/2019 പാനിലായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് കാണും. അത് കറക്റ്റ് ചെയ്ത ശേഷം രണ്ടാമത് അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.